ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ടീച്ചറമ്മ എന്ന സീരിയലിൽ സരസ്വതി ടീച്ചർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീലക്ഷ്മി ഒരു കാലത്ത് മലയാള ചലച്ചിത്ര മേഖലയിലെ മുൻനിര നായിക തന്നെയായിരുന്നു. താരം അഭിനയിച്ച ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തെലുങ്ക് നടൻ ബാലയ്യയുടെ നായികയായിട്ടായിരുന്നു ശ്രീലക്ഷ്മി ആദ്യമായി അഭിനയ രംഗത്ത് എത്തുന്നത്. 1993 പൊരുത്തം എന്ന ചിത്രത്തിൽ മുരളിയുടെ നായികയായി അഭിനയിച്ചു. അതേ വർഷം തന്നെ ദി കാർ എന്ന ചിത്രത്തിൽ ജയറാമിന്റെ നായികയായും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. 1997 തന്നെ ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായും അഭിനയിച്ചു. ഗുരു എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി സീതാലക്ഷ്മി എന്ന കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചിട്ടുണ്ട്. 1998 മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന ചിത്രത്തിൽ മുകേഷിന്റെ നായികയായും പിന്നീട് താലോലം എന്ന ചിത്രത്തിലും അഭിനയിച്ചു. പിന്നീട് 2015 നിവിൻ പോളി ചിത്രമായ ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട്. 2017 സഖാവ്, തൊബാബ എന്നീ 2 ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2018 ഒരു കുപ്രസിദ്ധ പയ്യൻ, ഒരു കാട്ടിൽ ഒരു പായ്ക്കപ്പൽ, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2019 മനോഹരം, ആദിരാത്രി, അണ്ടർവേൾഡ്, ഉറിയടി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2020 മണിയറയിലെ അശോകൻ, വെള്ളം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2021 മോഹൻകുമാർ ഫാൻസ്, 2, കർണൻ, നെപ്പോളിയൻ ഭഗത് സിംഗ്, ജോൺ ലൂതർ, ഇന്നലെ വരെ, വാശി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2022 കൊച്ചാൾ, തീർപ്പ്, കൊത്ത്, തട്ടാശ്ശേരിക്കൂട്ടം, ഹിഗ്വിറ്റ എന്നീ ചിത്രങ്ങളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. താരം അഭിനയിച്ച സീരിയലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1997 മുതലാണ് ശ്രീലക്ഷ്മി മിനിസ്ക്രീൻ പരമ്പരകളിൽ അഭിനയിച്ചു തുടങ്ങിയത്. ആദ്യ പരമ്പര മരണം ദുർബലം എന്നായിരുന്നു. പിന്നീട് ദ്രൗപദി, അപ്പൂപ്പൻ താടി, അർദ്ധചന്ദ്രന്റെ രാത്രി, സൂര്യകാന്തി, ശ്രീപത്മനാഭൻ, അഗ്നിപുത്രി, ഒരു പെണ്ണിന്റെ കഥ, അവളുടെ കഥ, അമ്മ മാനസം, ഈശ്വരൻ സാക്ഷിയായി, ആത്മസഖി, മാമ്മട്ടിക്കുട്ടി, ജാഗ്രത, ബാന്ദ്ര, ക്ഷണപ്രഭ, ചഞ്ചലം, മാധവി, മിഴിരണ്ടിലും, ദയ, കുടുംബശ്രീ, ശാരദ, സുഭദ്രം, ശ്യാമാംബരം, വീട്ടിലെ വിളക്ക്, മഹാലക്ഷ്മി തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്.